നമസ്കാരം, വോക്ക് ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. ബാംഗ്ലൂർ ഹൈദരാബാദ് റൂട്ടിൽ ഓടിയിരുന്ന ഒരു വോൾവോ ബസ് അപകടത്തിൽപ്പെട്ട് ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശരിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഇത്രയധികം ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ സ്ലീപ്പർ ബസ്സുകൾ ഉള്ളത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സ്ലീപ്പർ ബസ്സുകൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഞാൻ ഇന്ത്യയിൽ നിന്നും ലണ്ടൻ വരെ വളരെ വലിയ ഒരു 8 മാസം നീണ്ടു നിന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചുള്ള ഒരു യാത്ര നടത്തിയ ഒരാളാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആകെ സ്ലീപ്പർ ബസ്സുകൾ കണ്ടിട്ടുള്ളത് നമ്മൾ ഇന്ത്യയിലുണ്ട്, പിന്നെ തായ്ലൻഡിലുണ്ട്, കംബോഡിയയിലുണ്ട്, ലാവോസിലുണ്ട്. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് സ്ലീപ്പർ ബസ്സുകൾ ഞാൻ കണ്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്ത് നിങ്ങൾ ഒരു സ്ലീപ്പർ ബസ്സുകൾ കണ്ടിട്ടുണ്ടോ? സ്ലീപ്പർ ബസ് കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പലതവണ സ്ലീപ്പർ ബസ്സുകൾ അവിടെ നോക്കി, പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അമേരിക്കയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർനൈറ്റ് പോകുന്ന സ്ലീപ്പർ ബസ്സുകളുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ പറയുക. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഈ പറഞ്ഞ വികസിത രാജ്യങ്ങളിലൊന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊന്നും സ്ലീപ്പർ ബസ്സുകൾ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ല എന്നുള്ളൊരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ്, വോൾവോയോ സ്കാനിയോ അങ്ങനെ ഏതോ ഒരു വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. ഈ വോൾവോയും സ്കാനിയയും ഉണ്ടാക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ ഇന്ത്യൻ മാനുഫാക്ചർഡ് വണ്ടിയാണ്, ഇന്ത്യയിൽ മാനുഫാക്ചർ അസംബിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വോൾവോയും സ്കാനിയയും രണ്ടും സ്വീഡിഷ് ബ്രാൻഡുകളാണ്. നമ്മൾ സ്വീഡനിൽ പോയതാണ്. വോൾവോയുടെ ഫാക്ടറിയിലും സ്കാനിയയുടെ ഫാക്ടറിയിലും നമ്മൾ പോയിട്ടുണ്ട്. അവരുടെ പണ്ട് മുതലുള്ള പല വണ്ടികളും നമ്മളവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു സ്ലീപ്പർ വണ്ടി നമ്മൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? യൂറോപ്പിൽ ധാരാളം നൈറ്റ് സർവീസുകൾ അവൈലബിൾ ആണ്. അമേരിക്കയിൽ ധാരാളം നൈറ്റ് ബസ്സുകൾ അവൈലബിൾ ആണ്. ഈവൻ UK പോലും നൈറ്റ് ബസ്സുകൾ അവൈലബിൾ ആണ്. എന്തുകൊണ്ട് ഇവിടെയൊന്നും ഈ രാത്രികാല സർവീസുകളായിട്ട് ഈവൻ ചൈനയിൽ പോലും എന്തുകൊണ്ട് സ്ലീപ്പർ ബസ്സുകൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം നിർമ്മിക്കുന്ന വണ്ടി എന്നാണ് ഈ വോൾവോയും അതേപോലെ തന്നെ സ്കാനിയയും ഒക്കെ അവകാശപ്പെടുന്നത്. എവിടെ പോയി ഇവരുടെ സുരക്ഷ? ഒരു ബൈക്ക് വന്ന് ഇന്ധന ടാങ്കിൽ ഇടിച്ചപ്പോഴത്തേക്കിനും തീ പിടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിനും അതിനകത്ത് വല്ല എക്സ്പ്ലോസീവ് ഉണ്ടായിരുന്നോ? പെട്ടെന്ന് അങ്ങനെ തീ പിടിക്കുമോ? എനിക്കറിയത്തില്ല അതിനകത്ത് ടെക്നിക്കൽ സംഭവം. ശരി, അങ്ങനെ തീ പിടിച്ചേക്കാം. തീ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ അതിനകത്തുണ്ടായിരുന്ന പാസഞ്ചേഴ്സിന് ഉറങ്ങുമായിരിക്കും രാത്രിയിൽ, അല്ലേ? അത് രാത്രിയിലാണ് അപകടം സംഭവിച്ചത്. അപ്പോൾ ഇവരൊക്കെ ഉറങ്ങുന്ന സമയമായിരിക്കും. അപ്പോൾ അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്ന പാസഞ്ചേഴ്സ് അവർക്ക് രക്ഷപ്പെടാനുള്ള ആ ഒരു സമയം കിട്ടുന്നതിന് മുമ്പ് ഈ ബസ് പൂർണ്ണമായിട്ട് തീ പിടിച്ചോ? അല്ലെങ്കിൽ ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് ഇവർ ശ്രമിച്ചപ്പോഴത്തേക്കിനും ഈ ഒരു ബസ്സിൻ്റെ സെൻട്രൽ ലോക്കിംഗ് എന്തോ പ്രവർത്തിച്ച് ബസ് തുറക്കാൻ പറ്റാത്ത രീതിയിലായെന്ന്. അപ്പോൾ അതിനകത്ത് എമർജൻസി എക്സിറ്റുകളില്ലേ? എന്താണ് എമർജൻസി എക്സിറ്റുകൾ? ചില്ല് പൊട്ടിക്കാനുള്ള സംവിധാനം, ചുറ്റികയും കാര്യങ്ങളൊന്നും അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇതൊക്കെ ചോദ്യങ്ങളാണ്. പൂർണ്ണമായിട്ട് കത്തി അമർന്ന ബസ്സുകളിൽ ശരിക്കും ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് സയൻറ്റിഫിക് പഠനങ്ങൾ നടത്തി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളതാണ്. പല ബോഡികളും DNA നടത്തി തിരിച്ചറിയേണ്ട അവസ്ഥ. അതിനകത്ത് എത്ര ആളുകൾ യാത്ര ചെയ്തു, ആരൊക്കെ യാത്ര ചെയ്തു എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്ക് ബസ് കമ്പനിയുടെ ലിസ്റ്റിൽ വെബ്സൈറ്റിലൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. അതും അവർ തന്നെയാണോ യാത്ര ചെയ്തതെന്നുള്ള ഉറപ്പുണ്ടോ? അങ്ങനെ ധാരാളം ചോദ്യങ്ങൾ. ശരിക്കും എൻ്റെ ചോദ്യം, സ്ലീപ്പർ ബസ്സുകൾ സുരക്ഷിതമാണോ? എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലും കർണാടകത്തിലും ഒക്കെ ഈ ബസ്സുകൾ ഒഡീസയിലും നാഗാലാൻഡിലുമൊക്കെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിട്ട്, ആ നാഗാലാൻഡ് ഒറീസയൊന്നും ഈ ബസ് കണ്ടിട്ട് പോലും ഉണ്ടാകത്തില്ല, NL രജിസ്ട്രേഷനും OD രജിസ്ട്രേഷനുമായിട്ടുള്ള വണ്ടികൾ എന്തുകൊണ്ട് ഇവിടെ കേരളത്തിലും കർണാടകത്തിലും അവിടെ ഇവിടെയൊക്കെ ഓടുന്നു? കേരളത്തിൽ എന്താ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ലേ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് ഞാൻ ഈ KSRTC പരിപാടികളൊക്കെ ആയിട്ട് നടന്ന സമയത്ത് KSRTC ഒരു സൂപ്പർ എക്സ്പ്രസ് വണ്ടി ഇറക്കി, ഒരു 12 മീറ്റർ നീളമുള്ളൊരു വണ്ടി. അപ്പോൾ ഈ വണ്ടി എടപ്പാൾ റീജിയണൽ വർക്ക്ഷോപ്പിലാണ് നിർമ്മിച്ചത്. അപ്പോൾ ഈ എടപ്പാൾ റീജിയണൽ വർക്ക്ഷോപ്പിൽ നിർമ്മിച്ച ഈ വണ്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട് കൊണ്ടുപോയപ്പോഴത്തേക്കിനും MVD പറഞ്ഞു പറ്റുകയില്ല, കാരണം ഇതിന് 12 മീറ്ററിൽ നിന്ന് ഒരു ശകലം കൂടെ പൊട്ടിക്ക് കണ്ട എത്രയോ ഏതാനും വെരി ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് നീളം കൂടുതലുണ്ട്. അതുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ബോഡി രണ്ടാമത് കെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞ് ഇതിൻ്റെ ഫ്രണ്ട് മൊത്തം, അതിൻ്റെ മുൻഭാഗം മൊത്തം പൊളിച്ച് കളഞ്ഞ് അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ നഷ്ടപ്പെടുത്തി അത് കറക്റ്റ് 12 മീറ്ററിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ബോഡി കെട്ടിയിട്ട് പുറത്തിറക്കി. അപ്പോൾ അത്രയും സ്ട്രിക്റ്റാണ് നമ്മുടെ കേരള MVD. മനസ്സിലായില്ലേ? നമ്മുടെ കേരള RTCക്ക് വണ്ടികൾ, സ്ലീപ്പർ വണ്ടികളുണ്ട്,
കർണാടക ആർട്ടിസ്റ്റിക് സ്ലീപ്പർ വണ്ടികളുണ്ട്. അവരൊക്കെ അവരുടെ ഓൺ സംസ്ഥാനങ്ങളിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് വെട്ടിക്കാൻ വേണ്ടിയാണ് ഈ പ്രൈവറ്റ് ബസ്സുകൾ ഒറീസയിലും നാഗാലാൻഡിലുമൊക്കെ കൊണ്ടുപോയിട്ട് ഈ വണ്ടി രജിസ്റ്റർ ചെയ്യുന്നത്? ഇനി എന്തുകൊണ്ട് ഈ യൂറോപ്പിൽ ഈ വണ്ടികൾ ഓടുന്നില്ല, സ്ലീപ്പർ വണ്ടികൾ ഓടുന്നില്ല? ചൈനയിൽ പണ്ട് സ്ലീപ്പർ ബസ്സുകൾ ഉണ്ടായിരുന്നു. ചൈനയിലുണ്ടായിരുന്ന സ്ലീപ്പർ ബസ്സുകൾ അപകടത്തിൽപ്പെട്ട് ആളുകൾ ഈ പറഞ്ഞ പോലെ ധാരാളമായിട്ട് മരണപ്പെട്ട ഒരു സാഹചര്യങ്ങൾ വന്നപ്പോഴത്തേക്കിനും പുതിയ സ്ലീപ്പർ ബസ്സുകൾ അവർ രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കാതെയായി. പുതിയ സ്ലീപ്പർ ബസ്സുകൾ വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്കായി. യൂറോപ്പിൽ ഞാൻ കുറേ തപ്പി നോക്കിയിട്ടാണ് യു കെയിലോ മറ്റോ പണ്ടെപ്പോഴും ഒരു സ്ലീപ്പർ ബസ്, ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു സ്ലീപ്പർ ബസ് ഓടിയിരുന്നു. അത് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള നമ്മുടെ കാരവനൊക്കെ പോലത്തെ അങ്ങനത്തെ എന്തോ ഒരു സെറ്റപ്പ് ഓടിയിരുന്നു. അത് പിന്നീട് അവരത് നിർത്തലാക്കി, സേഫ്റ്റി ഇഷ്യൂസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാരണം നിർത്തലാക്കി എന്ന് എനിക്കറിയാൻ സാധിച്ചു. അതായത് പല പാശ്ചാത്യ രാജ്യങ്ങളും മോഡേൺ കൺട്രീസും അവരുടെ നാട്ടുകാരുടെ സുരക്ഷയെ മാനിച്ച് ഇത്തരത്തിലുള്ള വണ്ടികൾ നിരത്തിലിറക്കിക്കാതെ അതിൻ്റെ പ്രോട്ടോക്കോൾ കംപ്ലീറ്റ് കീപ്പ് ചെയ്ത് ഓടിക്കുമ്പോൾ ഇതേ യൂറോപ്യൻ കമ്പനികളുടെ വണ്ടികൾ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ നിയമം അനുവദിക്കുന്നത് കൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ ഈ സ്ലീപ്പർ ബസ്സുകൾ ഇറങ്ങുന്നത്? ഇപ്പോൾ നിങ്ങൾ സ്ലീപ്പർ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടാവാം, ഞാനും യാത്ര ചെയ്തിട്ടുണ്ട്. ഞാനും പ്രിഫർ ചെയ്യുന്നൊരു സംഭവമാണ്. നമ്മളെല്ലാവരും വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി സ്ലീപ്പർ ബസ്സുകൾ പ്രിഫർ ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ നമ്മൾ സ്ലീപ്പർ ബസ്സുകളിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും താഴെയും മുകളിലുമായിട്ട് ബർത്തുകളുണ്ടാവും. ട്രെയിനുകളിലെ പോലെ താഴെ സിംഗിൾ ബർത്ത് ഉള്ളതുണ്ട്, ഡബിൾ ബർത്ത് ഉള്ളതുണ്ട്. മുകളിലും അതേപോലെ സിംഗിൾ ബർത്തും ഡബിൾ ബർത്തും ഉള്ളതുണ്ട്. അപ്പോൾ ഇതൊരു അപകടത്തിൽ പെടുകയാണെങ്കിലും മറിഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ എങ്ങനെയാണ് ഇത് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് തീ പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബസ്സിൻ്റെ സേഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദ് റൂട്ടിൽ യാത്ര ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഡ്രൈവ് ചെയ്ത് പോയിട്ടുള്ള ആളുകൾക്ക് കാണാൻ സാധിക്കും, ആ റൂട്ടിൽ ഒരു ബസ് കത്തുന്നത് ആദ്യമായിട്ടല്ല. ഞാൻ 2006 മുതൽ ബാംഗ്ലൂരുണ്ട്. ആ സമയം മുതൽ അവിടെ ഞാൻ ഈ വാർത്തകൾ കാണുന്നുണ്ട്. പല ബസ്സുകൾ കത്തിയിട്ടുണ്ട്. APSRTC ബസ്സുകൾ കത്തിയിട്ടുണ്ട്, പ്രൈവറ്റ് ബസ്സുകൾ കത്തിയിട്ടുണ്ട്, കർണാടക RTC വണ്ടി കത്തിയിട്ടുണ്ട്. പിന്നെ പല ബസ്സുകൾ ഈ പറഞ്ഞ പോലെ കൂടുതലും പ്രൈവറ്റ് ബസ്സുകളാണ് കത്തിയിട്ടുണ്ട്. ഈ പ്രൈവറ്റ് ബസ്സുകളിൽ ഇവർ പാസഞ്ചേഴ്സിനെ മാത്രമല്ല കൊണ്ടുപോകുന്നത്, അവർ ധാരാളം ലഗേജ് അത് കയറ്റുന്നുണ്ട്. അവരെന്തൊക്കെ ലഗേജ് കയറ്റുന്നുണ്ട്? ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് ഉണ്ടോ നമുക്കറിയോ? എനിക്കറിയില്ല. അതിനകത്ത് ഈ പറഞ്ഞ പോലെ സ്ഫോടക വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിലപ്പം മദ്യമോ അല്ലെങ്കിൽ പെട്ടെന്ന് തീ പിടിക്കാവുന്ന ആൽക്കഹോളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടായിരുന്നോ നമുക്കറിയില്ല. സോ ഇതെന്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തീ പിടിക്കുന്നത്? ഇത്രയും പെട്ടെന്ന് തീ പിടിക്കുമോ? അതിൻ്റെ ടെക്നിക്കൽ നോളജ് എനിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാൻ അറിയില്ല. എന്നാൽ ഇത്രയും പെട്ടെന്ന് തീ പിടിച്ച് ഇത്രയും ആളുകൾക്ക് രക്ഷപ്പെടാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു സംഭവം സംഭവിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും അത് വളരെയധികം ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. 20-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഒരു ബസ് അപകടത്തിൽ, അതും തീ പിടിച്ചിട്ട് ആൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റാതെ. അതും ആധുനിക സൗകര്യങ്ങളുള്ള മോഡേൺ ലക്ഷൂറിയസ് വണ്ടികൾ, യൂറോപ്യൻ വണ്ടികൾ, ലോകോത്തരമെന്ന് പറയുന്ന വോൾവോ കമ്പനിയുടെയോ സ്കാനിയയുടെ വണ്ടി, ബസ്. ഇതാണ് പ്രശ്നം. എന്താണ് സംഭവിക്കുന്നത്? ആരാണ് ഇതിന് ഉത്തരവാദി? അങ്ങോട്ടും ഇങ്ങോട്ടും പഴി കയറിയിട്ട് കാര്യമുണ്ടോ? നോക്കേണ്ട ആൾക്കാർ നോക്കണ്ടേ? അധികാരികൾ നോക്കണ്ടേ? ഇതിപ്പോൾ കേരളത്തിലാണ് സംഭവിക്കുന്നുണ്ടെങ്കിലോ, സംഭവിച്ചിരുന്നെങ്കിലോ MVDക്ക് പഴി കയറ്റാനേ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് പഴി കയറ്റാനേ, ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങൾക്ക് ഒരു 2 ആഴ്ച ഓടിക്കാനുള്ള കണ്ടൻറ്റും കിട്ടിയാനേ. ശരിയല്ലേ? എന്നിട്ട് അത് കഴിഞ്ഞ് എല്ലാവരും മറന്നുപോകും. നമ്മൾ പല ആൾക്കാരും ടൂറിസ്റ്റ് ബസ്സുകളുടെ വിഷയം വന്ന സമയത്ത് നമ്മൾ കുറേ MVDനെ കളിയാക്കി ഇല്ലേ? നമ്മൾ MVD അതിന് വെള്ള പെയിൻ്റ് അടിക്കാൻ പറഞ്ഞു, വെള്ള പെയിൻ്റ് അടിച്ചാൽ അപകടം കുറയുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ആൾക്കാർ കളിയാക്കി. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ന്യായം അതിനകത്തുള്ളത് കൊണ്ടാണ് MVD ഒക്കെ പല കാര്യങ്ങളും പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് അധികാരികളുടെ ഭാഗത്തുണ്ടായ ഒരു വലിയൊരു അനാസ്ഥയാണ് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നതും തീ പിടിക്കുന്നതുമായിട്ടുള്ള ആ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. എന്തായാലും ഇതുപോലെയുള്ള സ്ലീപ്പർ ബസ്സുകൾ, അതിപ്പോൾ കർണാടക RTC ആണെങ്കിലും KSRTC ആണെങ്കിലും പ്രൈവറ്റ് ബസ്സുകളാണെങ്കിലും ഏതാണെങ്കിലും യാത്രക്കാരുടെ സുരക്ഷ എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറായിട്ട് നിങ്ങൾ കാണേണ്ടതാണ്. അതിനകത്ത് നിങ്ങൾ കയറ്റുന്ന ലഗേജുകളും ബാക്കിയുള്ള സംഭവങ്ങളും വളരെയധികം സ്ക്രീൻ ചെയ്തിട്ട് കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ്. പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുമ്പോൾ പാസഞ്ചേഴ്സിൻ്റെ ബാഗ് കൊണ്ടുപോവുക. അതിലുപരി അറിയാം, നിങ്ങൾക്ക് ബാക്കിയുള്ള കാർഗോയും കൂടെ കൊണ്ടുപോയാൽ മാത്രമേ വരുമാനം കിട്ടുകയുള്ളൂ. എല്ലാ രാജ്യത്തും പ്രൈവറ്റ് ബസ്സുകളിൽ, പാസഞ്ചർ ബസ്സുകളിൽ കാർഗോയും കൂടെ കൊണ്ടുപോകും. ഈവൻ നമ്മൾ യാത്ര ചെയ്യുന്ന വിമാനങ്ങളിൽ പോലും പാസഞ്ചേഴ്സിൻ്റെ ബാഗ് അല്ലാതെ കാർഗോകൾ കയറ്റും. അപ്പോൾ ആ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഫ്ലെയിമബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതെ കുറച്ചും കൂടെ എത്തിക്കലായിട്ട് ചെറിയ താല്പര്യങ്ങൾക്ക് വേണ്ടി, ചെറിയ ലാഭത്തിന് വേണ്ടി
ആളുകളുടെ ജീവൻ പണയപ്പെടുത്താതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക.